നമസ്കാരം. കേരള ഹോട്ടൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ ഹോട്ടലുകളിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ ചമഞ്ഞ് പണം തട്ടാൻ ശ്രമിച്ച വ്യക്തിക്കെതിരെ പരാതിയുമായി അസോസിയേഷൻ. കറുകച്ചാലിലെ ഒരു ഹോട്ടലിലെത്തി ഫുഡ് സേഫ്റ്റി ഓഫീസർ പണപ്പിരിവിന് ശ്രമിച്ച സംഭവത്തിൻ്റെ CCTV ക്യാമറ ദൃശ്യങ്ങൾ സഹിതം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ തട്ടിപ്പ് സംബന്ധിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിവിധ ജില്ലകളിൽ KHRA ജില്ലാ നേതൃത്വം ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതിയും നൽകി. കോന്നി പയ്യാനമൺ ചെങ്കുളത്തുണ്ടായ പാറമകട അപകടത്തിൽ രക്ഷാദൗത്യം താൽക്കാലികമായി നിർത്തിവെച്ചു. ക്വാറിയിൽ വീണ്ടും പാറയിടിയുന്ന സാഹചര്യമുണ്ടെന്ന് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ പറഞ്ഞു. ആലപ്പുഴയിൽ നിന്ന് ഉയർന്ന ശേഷിയുള്ള ക്രെയിൻ കൊണ്ടുവരും. അതിനുശേഷമായിരിക്കും രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുക. സാമൂഹിക മാധ്യമങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതൽ സജീവമാകേണ്ടതില്ലെന്ന നിർദ്ദേശവുമായി സംസ്ഥാന പോലീസ് മേധാവി റാവഡ ചന്ദ്രശേഖരൻ്റെ ആദ്യ സർക്കുലർ. DGPയായി ചുമതലയേറ്റ ശേഷം ജില്ലാ പോലീസ് മേധാവികൾക്ക് നൽകിയ ആദ്യ നിർദ്ദേശത്തിലാണ് ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും വിവാദമുണ്ടാകുന്ന പോസ്റ്റുകളും കമൻറ്റുകളും വേണ്ടെന്നും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യം വിദ്യാർത്ഥി സംഘടനകളുമായി ആലോചിച്ച ശേഷമേ നടപ്പാക്കുകയുള്ളൂവെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. ആവശ്യങ്ങൾ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്നും സർക്കാർ ജനപക്ഷത്താണെന്നും മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒഴിവാക്കാൻ സാധിക്കില്ലെന്നും ഇത് സർക്കാർ നിലപാടാണെന്നും അദ്ദേഹം പറഞ്ഞു. സപ്ലൈകോയിൽ വിവിധ തസ്തികകളിൽ ജീവനക്കാരെ നേരിട്ട് നിയമിക്കുന്നതായി സൂചിപ്പിച്ച് പ്രചരിപ്പിക്കുന്ന യൂട്യൂബ് വീഡിയോകളും സമൂഹ മാധ്യമ പോസ്റ്റുകളും വ്യാജമെന്ന് സപ്ലൈകോ ജനറൽ മാനേജർ VK അബ്ദുൾ ഖാദർ അറിയിച്ചു. സപ്ലൈകോയിൽ സ്ഥിരം ജീവനക്കാരെ PSC മുഖേനയാണ് നിയമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ കണ്ണാടിയിൽ രഹസ്യ ക്യാമറയുമായി എത്തിയ സന്ദർശകൻ കസ്റ്റഡിയിൽ. ഗുജറാത്ത് അഹമ്മദാബാദ് സ്വദേശി സുരേന്ദ്ര ഷായാണ് കസ്റ്റഡിയിലായത്. അതിസുരക്ഷാ മേഖലയിൽ ചിത്രീകരണത്തിന് ശ്രമിച്ചതിന് കേസെടുത്തിട്ടുണ്ട്. കർണാടകയിലെ യാദഗിരി ജില്ലയിലെ സുരാപുര താലൂക്കിലെ 3 പേരുടെ മരണം മലിനജലം കുടിച്ചതുകൊണ്ടാണെന്ന ആരോപണം. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. മലിനജലം ഉപയോഗിച്ചതിനെ തുടർന്ന് പ്രദേശത്തെ 20ഓളം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ 4 പേരുടെ നില അതീവ ഗുരുതരമാണ്. പൈപ്പ് ലൈനുകളിലൂടെ എത്തുന്ന വെള്ളം ഉപയോഗിച്ചതാണ് ഇത്തരത്തിലൊരവസ്ഥയ്ക്ക് കാരണമെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ സ്കൂൾ ബസ് ട്രെയിനിലിടിച്ച് 2 മരണം. +1ലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികളാണ് മരിച്ചത്. കടലൂർ ചെമ്മംകുപ്പത്താണ് അപകടമുണ്ടായത്. റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ വാനിൽ ട്രെയിനിടിച്ച് അപകടമുണ്ടായത്. ചെമ്മംകുപ്പം ഭാഗത്തെ റെയിൽവേ ഗേറ്റിലാണ് അപകടമുണ്ടായത്. റെയിൽവേ ഗേറ്റിൽ ഗേറ്റ് കീപ്പർ ഉണ്ടായിരുന്നില്ല. ടെക്സാസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 100 കടന്നു. സമ്മർ ക്യാമ്പിലുണ്ടായ 27 പെൺകുട്ടികളും ജീവനക്കാരും ഉൾപ്പെടെ 28 പേരും പ്രളയത്തിൽ മരിച്ചവരിൽ ഉൾപ്പെടുന്നു. 10 പെൺകുട്ടികളുടെയും ക്യാമ്പ് കൗൺസിലർമാരെയും കാണാതായിട്ടുണ്ട്. ഗ്വാഡലൂപ്പ നദി കരകവിഞ്ഞൊഴുകിയ കെയർ കൗണ്ടിയിൽ മാത്രം 84 പേരാണ് മരിച്ചത്. ഇവരിൽ 22 മുതിർന്നവരുടെയും 10 കുട്ടികളുടെയും മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.